എടാ അവൻ അവളോട് ചെയ്തത് തീരെ ശരിയായില്ല കേട്ടോ. ലുക്ക്, ഇപ്പൊ അവൻ വേറൊരു റിലേഷൻഷിപ്പിൽ പോയിട്ടുണ്ടെങ്കിൽ അതിനർത്ഥം നിന്റെ ഫ്രണ്ട് അവന്റെ എക്സ്പെക്ടേഷൻസ് മീറ്റ് ചെയ്തിട്ടില്ലാണ്. ഒരു ഗേൾ ഫ്രണ്ട് എന്ന് പറയുമ്പോഴത്തേക്കും വേറെ ഓരോരുത്തർക്കും ഓരോ എക്സ്പെക്ടേഷൻസ് ഒക്കെ കാണും. സോ അവനെ ബ്ലെയിം ചെയ്തൊരു കാര്യമില്ല. അല്ല, ഇപ്പൊ കല്യാണം കഴിഞ്ഞതൊന്നുമല്ലല്ലോ, ഓരോരുത്തരെ ഡേറ്റ് ചെയ്യുന്നതിൽ എന്താ പ്രശ്നം? എങ്കിൽ അവൻ അവളെ ബ്രേക്കപ്പ് ചെയ്തിട്ട് പോകൂടെ? അത് മേ ബി അവനും അവളായിട്ടുള്ള റിലേഷൻഷിപ്പ് മുന്നത്തെ പോലെ നന്നായിട്ട് പോയാലോ, എങ്കിൽ മറ്റേ ആളെ ഒഴിവാക്കാം എന്ന് വിചാരിച്ചിട്ടായിരിക്കും. അത് ഞാൻ ഒരിക്കലും അവനെ കുറ്റം പറയില്ല. ഇതൊക്കെ ഓരോരുത്തരുടെ ചോയ്സ് ആണ്. എന്നാ പിന്നെ എന്തിനാണ് ഓരോരുത്തരുടെ ഇമോഷൻസ് വെച്ച് കളിച്ചെന്നും ഇപ്പോഴത്തെ കാലത്തൊക്കെ ഡേറ്റിംഗ് ഒക്കെ ഇങ്ങനെ ഇമോഷണലി ഒന്ന് ആവേണ്ട ആവശ്യമുണ്ടാവുന്ന എനിക്ക് തോന്നുന്നു. എനിക്ക് തോന്നുന്നു ഇതൊക്കെ സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഇതൊക്കെ ഇത്രയ്ക്ക് സീരിയസ് ആയിട്ട് എടുക്കേണ്ട കാര്യമുണ്ട്? നീ എന്തൊക്കെ പറഞ്ഞാലും അവളെ ചീറ്റ് ചെയ്യാണ് ചെയ്തത്. ചീറ്റിംഗ് ആണെന്ന് ഇപ്പൊ നമുക്ക് എങ്ങനെ പറയാൻ പറ്റും? അതായത് അവനുമായിട്ട് റിലേഷൻഷിപ്പിലായിരുന്നു അവള്. അവന് വേറൊരു കുട്ടിയെ കണ്ടപ്പോൾ ഇതിനേക്കാളും ബെറ്റർ ആയതാണോ ഇനി അത് എന്ന് വിചാരിച്ചിട്ട് അവൻ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിയതായിരിക്കില്ല. നമ്മളെപ്പോഴും ബെറ്റർ ആയിട്ടുള്ള ചോയ്സസ് അല്ലേ നമുക്ക് വേണ്ടിയിട്ട് ചൂസ് ചെയ്യുള്ളൂ. എനിക്ക് കുഞ്ഞിലേ തൊട്ടേ അവൻ അറിയുന്നതാണ്. അവൻ ഇന്നേ വരെ ലൈഫിൽ ഒരു ബാഡ് ചോയ്സ് എടുത്തിട്ടില്ല. അവൻ ഇപ്പൊ അവളെ മാറ്റി ചിന്തിച്ചിട്ടുണ്ടെങ്കിൽ അവള് ഒരു ബാഡ് ചോയ്സ് ആണെന്ന് അവന് തോന്നിയിട്ടുണ്ടാവും. പിന്നെ ഈ വക കാര്യങ്ങളൊന്നും എന്റെ അടുത്തൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ഹീസ് എ പെർഫെക്റ്റ് ഗൈ ആൻഡ് ഹീസ് മൈ ബെസ്റ്റ് ഫ്രണ്ട്. ഓക്കെ, ദാറ്റ്സ് ഇറ്റ്.